ശ്രീമന്നാരായണീയം ദശകം 15 കപിലോപദേശം ശ്ലോകം 9. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണേ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യാത്വം ഗതോ യോഗിസംഘൈ വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്ത ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. കഴിഞ്ഞ ശ്ലോകത്തില് ഇവിടെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഏതൊരു ഗൃഹസ്ഥൻ പിതൃക്കൾക്കും ദേവന്മാർക്കുമൊക്കെ യാഗങ്ങളൊക്കെ അനുഷ്ഠിച്ച് കഴിയുന്നുവോ ആ ധാർമ്മികൻ ആയിട്ടുള്ള ഗൃഹസ്ഥൻ തെക്കൻ വഴിക്ക് പോയിട്ട് ചന്ദ്രലോകത്തിൽ ചെന്ന് സുഖിക്കും. പുണ്യം തീർന്നാൽ ഭൂമിയിലേക്ക് തിരിച്ചു പോരുകയും ചെയ്യണം. എന്നാൽ ഭഗവാനിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് യാതൊരു ഫലവും ഇച്ഛിക്കാതെ ചെയ്യുന്ന കർമ്മം, അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരാകട്ടെ അവര് പോകുന്നത് വടക്കൻ വഴിക്കാണ്. സൂര്യലോകത്തിലൂടെ പോയി ധ്രുവപദം വരെ ഉയർന്ന് അവര് മോക്ഷം പ്രാപിക്കും. തിരിച്ചു മടങ്ങി പോരേണ്ടതായിട്ട് വരില്ല. പിന്നീട് ഒരു ജന്മം അവർക്ക് ഉണ്ടാകില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കപിലമുനി തൻ്റെ അമ്മയ്ക്ക് ദേവഹൂതിക്ക് എല്ലാം പറഞ്ഞു കൊടുത്തു. ഭക്തിയോഗം തന്നെയാണ് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ശ്രേഷ്ഠം എന്ന് പറഞ്ഞു. ഇനി കപിലോപദേശം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇതി ഇപ്രകാരം സുവിദിത വേദ്യം അറിയേണ്ടത് അറിഞ്ഞവളും കൃതനുതി ഇവിടെ കപിലവാസുദേവനെ സ്തുതിച്ചവളും. ദേവഹൂതി ഈ ഉപദേശങ്ങളെല്ലാം കേട്ട് സന്തുഷ്ടയായി ഭഗവാനെ, തൻ്റെ പുത്രനായ ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെയുള്ള ദേവഹൂതിയെ, തന്നെ സ്തുതിച്ച ആ ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട്, ഹേ ദേവ, അല്ലയോ ഭഗവാനെ, ത്വം നിന്തിരുവടി യോഗി സംഘൈ ഗത, യോഗികളോടുകൂടി അവിടെ നിന്നും യാത്രയായി. വിമലമതി അസൗ, ഇവിടെ മനഃശുദ്ധി ലഭിച്ച ആ ദേവഹൂതി അനന്തരം പിന്നീട് ഭക്തിയോഗം കൊണ്ട് മോക്ഷം പ്രാപിച്ചു. ദേവഹൂതി പിന്നീട് ഭക്തിയിൽ മുഴുകി ഭഗവാനിലേക്ക് ചേർന്നു. ത്വം അഭി, നിന്തിരുവടിയാകട്ടെ, കപിലവാസുദേവനാകട്ടെ, ജനഹിതാർത്ഥം, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, പ്രാഗുദീച്യാം, വടക്ക് കിഴക്കേ ദിക്കിൽ, വർത്തസേ, ഇപ്പോഴും വസിക്കുന്നു. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കപിലവാസുദേവൻ ഇപ്പോഴും വടക്ക് കിഴക്കേ ദിക്കിൽ, ഭൂമിയിൽ വടക്ക് കിഴക്കേ ദിക്കിൽ വസിക്കുന്നു എന്നാണ് പറയുന്നത്. കപില യോഗീശ്വരൻ ഭൂമിയുടെ അടിയിലാണ് വടക്ക് കിഴക്കേ ദിക്കിൽ സ്ഥിതി ചെയ്യുന്നത്. സകര രാജാവിൻ്റെ പുത്രന്മാര്
ആ രാജാവിന്റെ യാഗാശ്വത്തെ അന്വേഷിച്ച് ദേവേന്ദ്രൻ യാഗാശ്വത്തെ കട്ടുകൊണ്ടുപോയി. ആ യാഗാശ്വത്തെ അന്വേഷിച്ചു പോയി ഈ കപില വാസുദേവന്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ ഇന്ദ്രൻ അവിടെ കൊണ്ടുവന്ന് കുതിരയെ കെട്ടിയിട്ടേച്ച് പോയി, അവിടെ നിന്ന് പോയി. കപില വാസുദേവനെ ഇവരെല്ലാവരും അവിടെ ചെന്ന് കണ്ടു. തങ്ങളുടെ അച്ഛന്റെ യാഗാശ്വത്തെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിരിക്കുകയാണ് എന്ന് കരുതി കപില വാസുദേവനെ അതിക്രമിക്കാൻ, ഉപദ്രവിക്കാൻ അവരൊരു ശ്രമം നടത്തി. പക്ഷേ അവരെല്ലാവരും ആ മുനിയുടെ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ഭസ്മമായിട്ട് മാറി. പിന്നീട് സകര രാജാവിൻ്റെ പൗത്രൻ അംശുമാൻ അവിടെ ചെന്ന് ഭഗവാനെ സ്തുതിച്ച് ആ കുതിരയെ തിരിച്ചു കൊണ്ടുവന്നു. വാത്മീകി രാമായണത്തിലെ ഗംഗാവതരണ ഘട്ടം അതിലിത് വർണ്ണിച്ചിട്ടുണ്ട്. ഭാഗവതം കിളിപ്പാട്ടില് 9ാമത്തെ സ്കന്ധത്തില്. ഈ അംശുമാന്റെ പുത്രനാണ് ദിലീപൻ. ദിലീപന്റെ പുത്രനാണ് ഭഗീരഥൻ. പിന്നീട് ഈ പിതൃക്കൾക്കെല്ലാം മോക്ഷം കിട്ടുവാൻ വേണ്ടിയിട്ട് 60,000 പേരായിരുന്നു അവര്. അവർക്ക് മോക്ഷം കിട്ടുവാൻ വേണ്ടിയിട്ട് ഭഗീരഥൻ ഗംഗാനദിയെ കൊണ്ടുവരുന്നുണ്ട്, ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വളരെയധികം പ്രയത്നിച്ച് ദിലീപൻ വളരെ പ്രയത്നിച്ചു നോക്കി, പക്ഷെ നടന്നില്ല. പിന്നീട് ഈ ഭഗീരഥനാണ് ഗംഗാനദിയെ കൊണ്ടുവന്ന് ഈ പിതൃക്കളുടെ ആ ഭസ്മമായിട്ട് കിടന്നിരുന്ന അതിന് മുകളിൽ കൂടി ഗംഗാനദിയെ ഒഴുക്കിയാണ് അവർക്ക് മോക്ഷപ്രാപ്തി കൊടുത്തത്. ഇവിടെ വടക്ക് കിഴക്ക് ദിക്കില് സകരപുത്രന്മാര് യാഗാശ്വത്തെ അന്വേഷിച്ച് കുഴിച്ചു പോയി. ആ കുഴികളിലെല്ലാം ജലം നിറഞ്ഞാണ് ഇവിടെ സമുദ്രമുണ്ടായത്. അതുകൊണ്ടാണ് സാഗരം എന്ന പേര് അതിന് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കപിലമുനിയുടെ ഉപദേശമെല്ലാം കേട്ട് അമ്മ ദേവഹൂതി മനഃശുദ്ധി വന്ന് അറിയേണ്ടതെല്ലാം അറിഞ്ഞ് പിന്നീട് ഭക്തിയോഗത്തിൽ കൂടി മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.